അപ്പൊ ഇന്ന് നമ്മള് നല്ലൊരു അടിപൊളി ക്രിസ്മസ് ഷോപ്പിംഗിന് പോവാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത് എന്ന് പറയുന്നത് തന്നെ ഈ നവംബർ ഡിസംബർ ആ ഒരു തണുപ്പ് കാലാണ്. അതിൽ ഇനി ക്രിസ്മസ് ആവാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. കാരണം നല്ല ക്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്യണം. പക്ഷെ ഷോപ്പ് ചെയ്യുന്നതിന് പിന്നിൽ വേറെ പല ഉദ്ദേശങ്ങളും ഉണ്ട്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ക്രിസ്മസ് സീരീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിലേക്കുള്ള സാധനവും പിന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അത് കൂടാതെ നമുക്ക് അങ്ങനെ ഷോപ്പൊക്കെ ചെയ്ത് എന്താ പറയാ, ഞങ്ങൾക്ക് ഇങ്ങനെ ക്രിസ്മസിന്റെ അതേപോലത്തെ ഔട്ട്ഫിറ്റും അങ്ങനെയൊക്കെ സെറ്റ് ആക്കണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇൻസ്റ്റയില് മൊത്തം ഇപ്പൊ ക്രിസ്മസിന്റെ സാധനങ്ങളാണ്. ഞങ്ങൾക്ക് കൊത്തിയായിട്ട് പല പല ട്രീസ്, പിന്നെ ഭയങ്കര ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഓരോരോ സാധനങ്ങള്, സാന്റ ആണെങ്കിലും പിന്നെ ക്രിസ്മസിന്റെ മറ്റേ പുൽക്കൂട്, കൊറേ വെറൈറ്റി സാധനങ്ങൾ ഇപ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. സത്യോ. അപ്പൊ അതൊക്കെ പല പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ കാണല് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് എന്തായാലും ഞങ്ങളത് മൊത്തം അതെ, എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ തപ്പിയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കുറെ സാധനങ്ങൾ വാങ്ങിക്കണം എന്നാണ് ഞങ്ങൾ ഇന്ന് മുഴുവൻ നമ്മൾ എല്ലായിടത്തും നടന്ന ക്രിസ്മസിന്റേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു കൂട്ടുന്നു. ക്രിസ്മസ് ഷോപ്പിന് ഇറങ്ങാൻ പോവാണ്. പിന്നെ നമ്മളുടെ ഗേൾസ് ഡേ ഔട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനത്തെ ഗേൾസ് ഡേ ഔട്ട് ആയിരുന്നു. പക്ഷെ ഷാമിന്റെ കാര്യം നടന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നമ്മൾ ഗേൾസ് ഡേ ഔട്ടിനായിട്ട് നമുക്ക് ഇത് പ്രഖ്യാപിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിലെന്താ മെയിൻ ആയിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഈ വാങ്ങുന്ന സാധനങ്ങളെല്ലാം ഇനി അങ്ങോട്ട് വരുന്ന ഒരുപാട് എന്താ പറയാ ക്രിസ്മസ് സീരീസുകൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. അങ്ങനെ നമ്മളൊരു കിഡിലൻ സീരീസ് സെറ്റ് തന്നെ നമ്മളിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഓരോരോ ഞങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ടാവും വരും. അങ്ങനെ ഗൈസ് നമ്മൾ ഇറങ്ങി എന്താ പറയാ കോഴിക്കോടിന്റെ നഗരവീഥികളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇനിയിപ്പോ ഇവിടുന്ന് നല്ല ഇങ്ങനെ സ്റ്റേഷനറി സാധനങ്ങള് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകൾ തേടി പിടിച്ച് നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങി തുടങ്ങാൻ പോവാണ്. നമ്മള് ലിസ്റ്റിലുണ്ട് സ്ഥലങ്ങൾ എവിടെയൊക്കെ പോകണം എന്നുള്ളത്. അവിടെ നിന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന നല്ല നല്ല സാധനങ്ങൾ കിട്ടുന്നതാണ് ഞങ്ങളെ പ്രതീക്ഷ ഗൈസ്. അതെ, ഫസ്റ്റ് ഞങ്ങൾ സാധാരണ പോകുന്ന സ്ഥലത്ത് എന്തായാലും ഒന്ന് പോയി നോക്കും. പിന്നെ ഞങ്ങൾ സ്റ്റേഷനറി ഇപ്പൊ ബൾക്കായിട്ട് എടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷെ അവിടേക്ക് ഇന്ന് തിരക്കൊണ്ട് പോവാൻ പറ്റുമെന്നുള്ള അറിഞ്ഞൂടെ നമ്മൾ പാളയം ആ ഒരു സ്ഥലത്ത് നിന്ന് എടുക്കല്. അപ്പൊ അവിടെ നിന്ന് പോവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ എന്തായാലും ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട പോലത്തെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിച്ചു തരാം. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മള് ഓരോന്ന് അപ്പൊ നമ്മള് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്തൊക്കെ വേണം. എവിടെ ഞാൻ കഴിഞ്ഞു അപ്പൊ സ്ഥലമെത്തി. ഇനി നമ്മൾ മറ്റേ ബിന്ദു പണിക്കര് പോയ പോലെ ഒരു പോക്ക് പോകാൻ അവിടെ തന്നെ ഈ സാധനം കിട്ടും. തൂക്കിയിടാന്ന് പറഞ്ഞിട്ട് എടുത്തത് അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരുപാട് സാധനങ്ങളുണ്ട് ഗൈസ്. നമുക്ക് ഓരോ നോക്കി തുടങ്ങാം. ലൈറ്റ് എത്തത് ഇല്ല, ലൈറ്റ് ഇല്ല, ലൈറ്റ് ഇല്ല. നമുക്ക് ലൈറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഓഹോ ആയിക്കോട്ടെ. നല്ല ഭംഗിയുണ്ട് ഗൈസ്. സ്നോ ഉള്ള നല്ല ഭംഗിയുണ്ടോ? സ്റ്റാൻഡ് ഉണ്ടോ? ഇതിന് നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഇത് ഒന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്വിറ്റ്സർലൻഡ് വൈബ് ഉണ്ടോ? അതെ, വിന്റേജ് വൈബ് ഉണ്ട് ഗൈസ്. ഇതുകൊണ്ട് വളരെ വലിയൊരു ആവശ്യമുണ്ട്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. എന്തായാലും വേണം. സെലക്റ്റഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അടിയിൽ നമുക്ക് ഓൺ ഓഫ് ആക്കാനുള്ള സംഭവമുണ്ട്. നമ്മൾ ക്രിസ്മസിന് ഉപയോഗിക്കാം, എല്ലാത്തിനും ഉപയോഗിക്കാം. സ്റ്റാൻഡിൻ്റെ ഒരൊറ്റ ലൈറ്റ് കിട്ടി. ഇങ്ങനത്തെ കുറേ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇങ്ങനത്തെ ട്രീ ഉണ്ട്, സാൻഡ് ഉണ്ട്, ഡീറുണ്ടോ? നമുക്ക് രാത്രി നല്ല രസം കാണാൻ. കിട്ടി, നമ്മൾ നോക്കി നടക്കുന്ന മറ്റൊരു സാധനം കിട്ടി. ഇത് കത്തുന്നില്ല, ഇത് കത്തുന്നില്ല. പക്ഷെ അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടുന്ന് ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുറെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെ കിട്ടിയില്ലേ? കുറേ നമ്മൾ അതായത് ഇപ്പൊ വാങ്ങിയത് മൊത്തം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെയാണ്. ഇഷ്ടപ്പെടാത്തതായിട്ട് ഒന്നുമില്ല. ഇനി നമുക്ക് വേറെ കുറച്ച് എന്താ പറയാ
സെലക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ നമ്മൾ വാങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് മൊത്തം ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അതെ, അപ്പൊ ഒരു സ്ഥലത്ത് മാത്രം ബാക്കിയുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണാതെ പോകില്ല. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാൻ കഴിയും. അങ്ങനെ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 പറയുന്നത് 5ക്ക് വേണ്ട കളക്ഷൻസ് ഇതല്ല. അല്ല, ഞാൻ ഇൻസ്റ്റയിൽ കാണുന്ന ഇങ്ങനെ വാങ്ങി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, അപ്പുറത്തുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. അതെ, ഞാൻ പറഞ്ഞുതരാം. ഈ ഇനി ഞാൻ പറയട്ടെ, എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സെറാമിക് സാധനങ്ങളില്ലേ, ഇങ്ങനെ പൊട്ടണ പോലത്തെ സാധനങ്ങളുണ്ട്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് മാലാക. ഇത് കിട്ടും. പിന്നെ കുറച്ചുകൂടെ നേരത്തെ നമ്മൾ ഇറങ്ങണം. അല്ല, ഞാൻ അങ്ങനെ റീലിലൊക്കെ കുറെ അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം അങ്ങനത്തെ സാധനങ്ങളോട് തോന്നി. അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പൊ ഞങ്ങൾ പോയ സ്ഥലത്ത് കണ്ടില്ല. എന്നാലും പക്ഷെ കിട്ടുമെന്നുള്ളത് അറിയില്ല. അത് പറഞ്ഞ പോലെ തന്നെ കൊച്ചിയിലോ അല്ലെങ്കിൽ പിന്നെ നമ്മള് എന്താ പറയാ കോഴിക്കോടിന്റെ ഹൃദയഭാഗങ്ങളിലേക്ക് വരും. അതെ അതെ, പിന്നെ ഓൺലൈനിലൊക്കെ തപ്പി വാങ്ങണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കുറെ ഇങ്ങനെ സൈറ്റുകൾ കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടി വരും. പക്ഷെ ഇപ്പൊ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ ഞങ്ങൾ വളരെ സെലക്റ്റീവ് ആയിട്ട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. വാളില് തൂക്കാൻ പറ്റുന്നത്, പിന്നെ വടി കണ്ടോ, ഇത് മറ്റേ സാന്താക്ലോസിന്റെ വടിയാണ്. അതെ, സാന്റേന്റെ വടിയാണ്, അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞ് നല്ല ബോള് പോലത്തെ ലൈറ്റ്സ് വാങ്ങിയിട്ട് അതിന്റെ ഉള്ളിൽ സ്നോ ഒക്കെ ആയിട്ട്. പിന്നെ അങ്ങനെ നമ്മള് കുഞ്ഞ് ട്രീ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങള് വീഡിയോ കാണുമ്പോ ഞെട്ടിപ്പോവും. എന്തിനാണ് അത്? അതെ അതെ, എന്തിനാ വാങ്ങിയത് നിങ്ങൾ അപ്പൊ അതെ, ഷാമിക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടുതലുള്ള സാധനമാണത്. ഞങ്ങളിപ്പോ ഈ പോകുന്ന വഴി കൂടെ ഒക്കെ കണ്ണോടിച്ചോണ്ടിരിക്കുകയാണ്, എവിടെങ്കിലും ഷോപ്പുകൾ ഉണ്ടോ ക്രിസ്മസ് വൈബ് എത്തിയിട്ടില്ല ഗൈസ്. എത്തിയിട്ടില്ല. കുറച്ചും കൂടെ ദിവസം കഴിയുമ്പോഴത്തേക്കിന് ഈ ഓരോ കടകളുടെ മുന്നിലൊക്കെ വലിയ വലിയ സ്ത്രീന്റെ ഡ്രസ്സും ആ എന്താ പറയാ സ്റ്റിക്കും എല്ലാം കൂടി നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങളെ സ്ഥിര സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇപ്പൊ ഹൈലൈറ്റിലേക്കാണ് വന്നത്. ഇനി ഞങ്ങളുടെ സ്വന്തം തട്ടകം. അതെ, ഞാൻ കുറെ കാലത്തിന് ശേഷം ഇങ്ങോട്ട് വരുമ്പോ ഞാൻ വിചാരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കും. പക്ഷെ അതിനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. പറ്റില്ല. ഇപ്പൊ 2-2.5 മാസത്തിന് ശേഷം 2 മാസം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നത്. 2.5 മാസം കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കണക്ക് കൂട്ടിയപ്പോ ഒരു 2 മാസം ആവാറായി. 2.5 മാസമായി. ഇനിയിപ്പോ നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടെ നിന്ന് എന്തൊക്കെയാണ് ക്രിസ്മസിന്റെ കളക്ഷൻസ് ഉള്ളത് നോക്കാം. ഞങ്ങൾക്കായിട്ടൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഇതാ അവിടെ ഞാൻ വെച്ചോ എടുത്തോ സത്യം പറയാ. ക്രിസ്മസിന്റെ എന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോ വേറെ എന്തൊക്കെയോ ക്യൂട്ട് സാധനങ്ങൾ തെരഞ്ഞു നടക്കണത്. ഇല്ല ഗൈസ്, ഞങ്ങൾ ആദ്യം നോക്കിയ സ്ഥലത്ത് ഒന്നുമില്ല. ഇനി അടുത്ത സ്ഥലത്ത് കയറി വെക്കാം. ഇവിടെ ഡിസംബർ ക്രിസ്മസ് ഒന്നും ആയില്ലേ? ഇവിടെ പാട്ട് ഗൈസ്, ഇവിടെ വലിയ ട്രീ ഒക്കെ ഉണ്ട് ഗൈസ്. ഇതിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ഞാൻ ഇവരോട് പറഞ്ഞു, ഇതിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ. അതാ ആ ഒരു ഫ്ലോർ വരെ ഉണ്ട്. അത് നല്ലൊരു നിങ്ങൾ രണ്ടാൾ ഇവിടെ അങ്ങോട്ട് ഒന്നിവിടെ നിക്ക്. നമ്മൾ പുറത്തിറങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. പക്ഷെ ഇവർക്ക് വിശക്കുന്നത് ഞാൻ കാര്യമായിട്ടൊന്നും തിന്നില്ല ഗൈസ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് തിന്നിട്ട് അടുത്ത ഷോപ്പിങ്ങിലേക്ക് എനർജി വരുള്ളൂ. അപ്പോൾ ഷാമിന് ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ കടികൾ, ചായയും കടി അങ്ങനത്തെ എന്തെങ്കിലും മതി. ഞാനൊരു കല്ലുമുട്ടയ. ഞാൻ കായ്പോള നല്ലോണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവർക്കുള്ളതും കൂടെ മേടിച്ചിട്ടുണ്ട്. അതായത് ബാക്കി ഓൺലൈനിൽ കൈയിട്ട് വരരുത് എക്സ്ട്രാ ഒന്ന് വാങ്ങി. എക്സ്ട്രാ കൈയിട്ട് വരണ്ട ഒരു നമ്മൾ കല്ലുമ്മക്കായ ചിക്കൻ റോള്. അപ്പത്തേക്കും വയലിട്ടത് കല്ലുമ്മക്കായ ചിക്കൻ റോള്. പിന്നെ ഇത് സേമിയത്തിന്റെ ആ ഒരു സാധനം കായ്പോളായിട്ടോ വാങ്ങിയത്. ഭയങ്കര ഫ്ലേവർ ആണ്. ഒരു കടി അടിച്ചാൽ മതി, അതിലപ്പുറം നിന്നാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നല്ല രസല്ലേ? ഭയങ്കര ഫ്ലേവർ. നല്ല രസല്ലേ? നീ അതുവരെ തിന്നോക്കിയില്ല? രസമുണ്ട്. ആണ് അതുകൊണ്ട് വാങ്ങി തിന്നാൻ തുടങ്ങി. ഇവിടെ ഞങ്ങൾ എത്തുന്ന സമയമാകുമ്പോൾ ഇവിടെ കടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. 15 മിനിറ്റ് എവിടെ പോയി വരുന്നു? എന്റെ സാധനങ്ങൾ എടുക്കാൻ. ഇന്നത്തെ 5 കേട്ടോ. നല്ല രസം.
നല്ല രസം. ഇത് ശ്രീന്റെ കേട്ടോ. ശ്രീ ബബിൾ ടീ വാങ്ങിക്കുന്നു guys. ഇപ്രാവശ്യം ബബിൾ ടീ വാങ്ങി. ഇതിപ്പോ ഒരു സ്ഥിരമാവണ്ട് ശ്രീ. പിന്നെ കൂട്ടത്തിൽ ഞങ്ങളും കഴിക്കും. അതെ, അത് ഞാൻ വാങ്ങുമ്പോ എന്റെ കെയർ ഓഫിൽ ഓർക്കും കഴിക്കാം. ശ്രീയെ കഴിക്കാം. ചോക്ലേറ്റ് നോർമൽ ടീ 2. ഗൈസ് നമ്മൾ വയറൊക്കെ നിറച്ച് ഇനിയിപ്പോൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി എന്താണ് ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ക്രിസ്മസിൽ സാധനങ്ങളുണ്ടോ? ഓ ഉണ്ട്. അതെ, മ്യൂസിക് കേൾപ്പിച്ചു കൊടുക്ക്. കേക്കുണ്ട്, മ്യൂസിക് കേൾക്കുന്നുണ്ടോ? അത് സൗണ്ട് കുറവാ ശ്രീ. സൗണ്ട് കൂട്ട്. മ്യൂസിക് മാറ്റാൻ പറ്റും ഗൈസ്. നോക്കട്ടെ. ഗൈസ് 5 ഒരു സാധനം വാങ്ങിയിട്ട് ഒരു ഇങ്ങനെയുള്ളൊരു സംഭവം, ഒരു ടവർ പോലത്തെ ഒരു സാധനം. അതിൻ്റെ ഉള്ളിൽ എനിക്കത് കണ്ടിട്ട് അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ. അതിൻ്റെ ഉള്ളിൽ സാൻഡ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് 5 വാങ്ങിയ സാധനം. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അതിന്റെ ഉള്ളിലൊരു ലോകമുള്ള പോലെ അല്ലേ? നോക്കി നൈറ്റ് എത്തും. രാത്രി ഇങ്ങനെ വെച്ചാൽ നല്ല രസം ഉണ്ടാവും. ക്രിസ്മസ് കഴിഞ്ഞാലും വെക്കാം. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊരു ലോകമുള്ള പോലെയൊക്കെ തോന്നുന്നു ഗൈസ്. ഇതൊക്കെ ഞങ്ങൾ ഫാൻറ്റസി ആണെങ്കിൽ മനസ്സിലാവുണ്ടോന്ന് അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ലൈറ്റ് കാണുന്നില്ല. ടവർ ഇതൊക്കെ കാണുമ്പോ ഒരു ഭംഗിയിലെ എന്തോ കാര്യമായിട്ട് അവിടെ തപ്പുന്നുണ്ട്. അതെ, കാണിച്ചു തരാം. വേറൊരു വെറൈറ്റി സാധനം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മേടിക്കാൻ പോകും. വളരെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. നല്ല ഭംഗിയുണ്ട്. ഇത് ഭയങ്കര ഭംഗിയുള്ള സാധനമാണ്. ഇതെന്തായാലും ഞാൻ എടുത്തു. ക്രിസ്മസ് തീം ഒന്നുമല്ല, പക്ഷെ എന്നാലും നല്ല ഭംഗിയുണ്ട്. പ്രിൻസസ് വാങ്ങി തരാന്ന് പറഞ്ഞു. എനിക്കും ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാനും ഒന്ന് വാങ്ങാം. അതിൽ ഏത് വാങ്ങണം? ഇതില് ഞാൻ സെലക്ട് ചെയ്തത് ഇതായിരുന്നു, പക്ഷെ ഷാമിക്ക് ഇത് തന്നെ ഇഷ്ടമായത്. ഇത് ഫുൾ ഫില്ലായിട്ട് ആ ഒരു ഭംഗി ഇതിൽ അതിനെക്കാട്ടും കൂടുതൽ ഭംഗി ഇത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെടുക്കാം അല്ലേ. അതിന് മ്യൂസിക് ഉണ്ട് അല്ലേ. കേൾക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇഷ്ടായില്ലേ? അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ 3 ടൈപ്പ് സാധനങ്ങൾ, രണ്ടെണ്ണം ഞാനും ഷാമി സെയിം എടുത്തു. ശ്രീ ഒരു വെറൈറ്റി സാധനം. ഇത് കേട്ടപ്പോ എനിക്ക് എന്താ പറയാ ഓർമ്മ വന്നത്, എന്റെ ബർത്ത്ഡേക്ക് നിങ്ങള് മറ്റേ മിസ്ട്രി അതിന്റെ ഉള്ളില് ആ ഒരു കുഞ്ഞൊരു പെൺകുട്ടി ഇങ്ങനെ നിക്കണേ എപ്പോഴും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ട് മറ്റേ ആ മ്യൂസിക് കേൾക്കലേ ഇല്ല, കാര്യം ബാറ്ററി തീർന്നോന്നുണ്ട്. അത് ഞാൻ എടുത്ത് വെച്ചിരിക്കും. എനിക്കത് വെക്കാനുള്ള ഒരു കറക്റ്റ് സ്പേസ് കിട്ടിയിട്ടേ ഞാൻ വെക്കുള്ളൂ. 5 ക്രിസ്മസ് എങ്ങനെയാ നിൽക്കുന്നതെന്നാ പറയുന്നത്. നിങ്ങളെല്ലാരും ക്രിസ്മസിന് ഗൈസ് ഇത് 2 ബോക്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഓരോരുത്തരും ഇവിടെ ഓരോന്ന് തിരഞ്ഞ് നടക്കണം. ഇതെന്തായാലും എടുത്തു. ഇത് റിയൽ ആണോ ഫേക്ക് ആണോ കടിക്കുകയും ചെയ്യും. ഇത് മറ്റേ കുക്കി ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് കാണാൻ. കുക്കി വല്ല തോന്നുന്നുണ്ട് ഇത് കാണാൻ. അതുപോലെ തന്നെ ഉണ്ട്. ഇതേപോലത്തെ സാധനങ്ങളാണ് 5 പറയുന്നത്. അതെ, ഇങ്ങനത്തെ സാധനങ്ങൾ പിന്നെയുണ്ട്. വേറെ സാധനങ്ങൾ ഞാൻ നോക്കി കണ്ടുപിടിച്ച് കാണിച്ചു തരാം. വന്നത് എന്തിനായിരുന്നു? ക്രിസ്മസ് ഷോപ്പിംഗ്. അതെ, ഇവിടെ കളർ ചെയ്യാനുള്ള ബുക്ക് തപ്പിക്കൊണ്ടിരിക്കുക കുഞ്ഞു കുട്ടികളെ സെക്ഷനിൽ. അത് നല്ല രസമുണ്ട് കേട്ടോ. ഓരോരോ സ്റ്റോറിന്റെ ഓരോരോ ഭാഗങ്ങൾ. അത് അടുത്താള് അമ്മക്ക് ഇഷ്ടമാണ്. നമുക്ക് കളർ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഉമ്മനെ കൂടെ ചെറുതായിട്ട് ഇലകൊന്ന് വരപ്പിച്ച് നോക്കിയല്ലേ. ഇനി അമ്മേനെ കറക്റ്റ് കളർ ചെയ്യാൻ പഠിപ്പിച്ചിട്ട് ഇത് പക്ഷേ ഇത് നമ്മുടെ മറ്റേ ബ്രഷ് പെൻ, മറ്റേ ബ്രഷ് പെൻ ഇല്ലേ, അത് വെച്ചിട്ട് ഇത് നമ്മളെ കുട്ടിപ്പനെ വലിച്ചിട്ട് കാര്യമില്ല. ഇത് ചെയ്യുമ്പോൾ സ്ട്രെസ് ആയിപ്പോ, സ്ട്രെസ് റിലീഫിന് ചെയ്തിട്ട്. ശ്രീ വേറൊന്ന് കണ്ടു വെച്ചിരുന്നു, അത് അവിടെ വെച്ചിട്ട് അതിൽ ബെറ്റർ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി വന്നതാ. റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? പക്ഷെ ഇത് കളറിംഗ് ബുക്ക് അല്ല. അല്ല, നോക്കട്ടെ, തുറക്ക്. കാണാല്ലോ, ഭയങ്കര ക്രിസ്മസ് അല്ലേ കണ്ടോളൂ. കഥകളാന്ന് തോന്നുന്നു. നേരത്തെ ഞാൻ അവിടെ ഒന്ന് കണ്ടേ ഇതേപോലത്തെ ഒരു ബുക്ക്, അതില് സൗണ്ടും വരും മ്യൂസിക്കും വരും. പക്ഷെ ഞെക്കിയിട്ട് മ്യൂസിക് വരില്ല. ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞില്ലേ?
പോവാൻ ഇവിടെ ഇനി വേറൊരു വീഡിയോക്കുള്ള കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട്. അത് ഗിഫ്റ്റ് ബോക്സ് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ. സല്ലു ഞങ്ങളോട് കുറേ കാലമായി സല്ലുവിൻ്റെ ഒരു ആഗ്രഹം പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് സല്ലുവിന് അത് കൊടുക്കാം. ഒരു ക്രിക്കറ്റ് ബാറ്റും അതിൻ്റെ കൂടെ ഫുൾ കിറ്റ്. അതിൻ്റെ വിക്കറ്റ് ഉണ്ട്, പിന്നെ എന്താണ് ബാറ്റ് ഉണ്ട്, ബോളുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. വെറുതെ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കൂടി പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഒരു ബാറ്റും ബോളും ഇതൊക്കെ വാങ്ങി ചൂടുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും നിങ്ങളെന്താ എനിക്ക് ഇതൊന്നും മേടിച്ചു തരാത്തത് ഇങ്ങനെ പറയും. ഓന് മേടിക്കാനുള്ളതേ ഉള്ളൂ, പക്ഷെ എന്നാലും ഇങ്ങനെ ചോദിക്കും നിങ്ങളെന്താ നിങ്ങളെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു സന്തോഷം. അതെ, അതാണ് ഓന് വാങ്ങാൻ പറ്റായിട്ടല്ല, ആരെയും കൊടുക്കണം, അപ്പോഴൊരു സുഖം. അപ്പൊ എന്തായാലും നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഈ ഒരു സെറ്റാണ് ഗൈസ്. ഇവരെന്തൊക്കെയോ ബുക്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാം. ഇവിടെ നിൽക്കുന്ന കണ്ടാ വിചാരിക്കും എന്തോ കാര്യമായിട്ട് ബുക്സ് നോക്കാം, പക്ഷെ അല്ല, കളറിംഗ് ബുക്കാണ് നോക്കുന്നത്. ദിവസം ഓരോന്ന് വീതം വരയ്ക്കാൻ 325 പേജുള്ളൂ. പേജുണ്ട്, പക്ഷെ ഇത് കുറച്ച് ഏജ് ഉണ്ട് എന്നുള്ളൂ. കുട്ടികളെ മനസ്സാണ് ഞങ്ങൾക്കൊക്കെ. ഗൈസ്, ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ബാറ്റ് ഇത് അവിടെ ഉണ്ട് കേട്ടോ. ഇത് അവസാന നിമിഷം എടുത്തതാണ് ഗൈസ്. ബോക്സ് പോലത്തെ ഇങ്ങനത്തെ 4 അത് നമുക്ക് കുറെ പ്ലാൻസ് ഉണ്ട്. ഇത് നമുക്ക് ആ മിനി ക്രിസ്മസ് ട്രീയിലേക്ക് വെക്കാൻ നല്ല നല്ല രസമുണ്ട്. ഇതിന്റെ ഗോൾഡനും ഇതിന്റെ ഗോൾഡനും റെഡും ഇതൊക്കെ മിനി ക്രിസ്മസ് ട്രീയിലേക്കുള്ളതാണ്. പിന്നെ ഇത് ഞങ്ങൾ മേടിച്ചതാണ് കളറിംഗ് ഇവർ രണ്ടാളും മേടിച്ചതാണ്. ഇത് സംഭവം ഭയങ്കര രസമുള്ള സാധനമാണ്. ഇത് തുറന്നു നോക്കാതെ വാങ്ങിയ ബുക്കാണ് ഗൈസ്. ഇത് ഫെയറി. ഇത് നോക്ക്, ഇവിടെയൊക്കെ ഗ്ലിറ്റർ. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞു മനസ്സാണ് ഗൈസ്. ഞങ്ങളുടെ സന്തോഷം. ഇത് ഫുള്ള് ഭയങ്കര കുഞ്ഞു റാബിറ്റ്. ഇവിടെ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഉണ്ടാവും. ഇവിടെ കുറച്ച് ഗ്ലിറ്റർ. ഇത് ഇങ്ങനത്തെ ഒരു ഫേസും ഒക്കെ ഉള്ളത്, അങ്ങനത്തെ ഇതൊരു കവായി തീമാണ്. ഇതൊരു കവായി തീം. ഇത് ഫെയറി തീമാണ്. ഇതൊക്കെ നമുക്ക് കളർ ചെയ്തിട്ട് ഇത് കണ്ടോ സ്റ്റിക്കർ ആയിട്ട് കൂടെ ഇത് കൂടെ പറിച്ചെടുത്തിട്ട് നമുക്ക് വേറെ ഒട്ടിക്കും. ആ മതി മതി മതി. ഇനി ബാക്കിയുള്ള അടുത്ത് നീ കുറെ പണിയിട്ട് ബാ. ഇനിയും ബാക്കി പർച്ചേസിങ് ബാക്കിയാണ്. അവർ ഡ്രസ്സ് മേടിക്കണ്ടേ? ആ ബാ. 3 ഞാൻ പറയുന്നു അതൊക്കെ മറന്നു. ഞങ്ങൾ ഇതിലേക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഒബ്സസ്ഡ് ആയി പോയി. നമുക്ക് 3 പേർക്കും ഒരേപോലത്തെ ഡ്രസ്സ്. അതെ, പിന്നെ അതിനനുസരിച്ച് ബോയ്സിനും അങ്ങനത്തെ എടുക്കണം എന്നൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹം. നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തുള്ളൂ. അതായത് ഇത് പിന്നെ ഒരു ഇതെന്താ ടവല്, നല്ല രസമുണ്ട്. ക്രിസ്മസ് തീമിലുള്ള ടവൽ വാങ്ങി. പിന്നെ ഇത് വാങ്ങി. പിന്നെ ഒരു മാച്ച് ഇത് നല്ല രസമുണ്ടാവും. അത് നല്ല രസമുണ്ട്. പിന്നെ ഒരു മേരി ക്രിസ്മസ് ഇത് വാങ്ങിയിട്ടുള്ളൂ. വളരെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇത് ഡ്രോ ചെയ്യാൻ വേണ്ടി ഒരു ബുക്കും സ്ക്രീൻ്റെതാണ്. കുറെ തപ്പി പിടിച്ച് വാങ്ങിയതാണ്. പിന്നെ ഒരു ഓറഞ്ച്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച് തളർന്നു. അതെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് എനർജി ആവാൻ കുറച്ച് ഐസ്ക്രീം കഴിക്കാമെന്ന്. ഐസ്ക്രീമിൻ്റെ കൂട്ടത്തിൽ നല്ല കോമ്പിനേഷനായ കട്ടൻ ചായ അത് വേറെ വാങ്ങി ശ്രീൻ്റെ വഴിക്ക് പോയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി കുറച്ച് നേരം ഒന്നും കൂടെ റിലാക്സ് ആയി ഇരുന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പ്ലാൻ ചെയ്യണം എന്തൊക്കെ ഇനി കുറച്ചും കൂടെ വേണം എന്നൊക്കെ. ഡ്രസ്സ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് ഇരുന്ന് സമാധാനപരമായി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമ്മൾ റെഡിയാക്കും. ഇതാണ് ഗൈസ് നമ്മൾ വാങ്ങിയത്. നോട്ടി ന്യൂട്ടല്ല. എന്താ കോമ്പിനേഷൻ! ഐസ്ക്രീമും കട്ടൻ ചായയും. നല്ല കോമ്പോ ആണ് തന്നെ. ഐസ്ക്രീമിൻ്റെ തണുപ്പ് കയറുന്ന സമയത്ത് നമുക്കൊരു കുറച്ച് കട്ടൻ ചായ കുടിക്കാം അല്ലേ? അങ്ങനെ അത് ബാലൻസ് ചെയ്യാം. തൊണ്ടേനെ പറ്റിച്ച വേണം. തൊണ്ടവേന വരാനങ്ങനെ തൊണ്ടയ്ക്ക് കൺഫ്യൂഷൻ ആണ്. ആ തണുപ്പെത്തി തണുപ്പല്ലോ ചൂടാണല്ലോ അങ്ങനത്തെ രീതിയിൽ. കുറച്ചും കൂടെ ഒരു ബാലൻസ് ആവും. കാരണം ഐസ്ക്രീമിന് നല്ല മധുരണ്ടാവും. അതിനോട് ഞാൻ വിത്തൗട്ട് എടുത്തിരിക്കുന്നത് 2 ചായ. എന്താ ബുദ്ധി! വിത്തൗട്ട് കട്ടൻ വാങ്ങി അതിനൂടെ ഐസ്ക്രീം കഴിക്കുന്നു. ആരും ട്രൈ ചെയ്യരുത്. ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ മാച്ച് ആയിട്ടുള്ള ഡ്രസ്സ്. ഒരു ലൈറ്റ് യെല്ലോ. ഇത് കാണുമ്പോൾ നമുക്ക് വൈറ്റ് ആയിട്ട് തോന്നും, പക്ഷേ വൈറ്റ് അല്ല. ലൈറ്റ് യെല്ലോ ആയിട്ടുള്ള ഒരു ജാക്കറ്റ്, ഒരു എന്താ പറയുക, ഒരു ടോപ്പും. ഇതാണ് ഞങ്ങളിപ്പോൾ മാച്ചിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഇതൊരു ക്രിസ്മസിന്റെ ആ ഒരു ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 5 ഇതിന്റെ പിങ്ക് കളറാണ്. 5 ഇതിന്റെ ഈ കോട്ട് മാത്രം പിങ്ക്, കാരണം ഇത് 3 ഇല്ല. അപ്പൊ പിങ്ക് മാത്രമേ ഉള്ളൂ. അപ്പം കോട്ട് മാത്രം 5 പിങ്ക് ആയിട്ടും ബാക്കി ഉള്ളിലത്തെ ആ ഒരു ഇത് വൈറ്റ്. അങ്ങനെ ഗൈസ് നമ്മളെ ക്രിസ്മസിന്റെ ഷോപ്പിംഗ് ഏകദേശം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഡ്രസ്സുകൾ ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെ. പിന്നെ 5ന്റെ കളറ് ഒരു പിങ്കും ഞങ്ങൾ രണ്ടുപേരും പ്യൂർ വൈറ്റ് ആ ഒരു രീതിയിൽ നമ്മൾ ഉള്ളിലുള്ളത് എല്ലാവരും ഒരേപോലെ. പുറത്തുള്ള ആ ഒരു സ്വെറ്റർ ഞങ്ങൾ എല്ലാവരും, നമ്മളത് സെയിമും 5ൻ്റെത് പിങ്കും ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഡ്രസ്
തൊപ്പിയൊക്കെ ഇട്ട് അങ്ങനെ നമുക്ക് സെറ്റ് ആക്കാം. അതെ, അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് ക്രിസ്മസിൻ്റെ ഒരുവിധം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ച പോലെ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരുവിധം ഉള്ള സാധനങ്ങൾ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ഔട്ട് ആയിരുന്നു. അതെ, നമ്മുടെ ഷോപ്പിംഗ് ഡേ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. നല്ല ഷോപ്പിംഗ് ഡേ, ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ ലാഗ് ആക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങള് വാങ്ങേണ്ട സാധനങ്ങൾ വാങ്ങി, എൻജോയ് ചെയ്യേണ്ടത് എൻജോയ് ചെയ്തു, ഫുഡുകൾ കഴിച്ചു. അതെ, എല്ലാം ഞങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ ചെയ്തു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ ഇന്ന് വാങ്ങിയ സാധനങ്ങളും അതിൽ കൂടുതൽ സാധനങ്ങളും വെച്ചിട്ടുള്ള കിട്ടിലൻ ചാലഞ്ചുകളാണ്. അതെ, ഞങ്ങളുടെ മനസ്സിൽ നല്ല രീതിയിൽ കുറെ ചാലഞ്ചുകൾ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തായാലും ചെയ്യും ഗൈസ്. ക്രിസ്മസ് ഞാനൊരു കാര്യം പറയട്ടെ, ലൈറ്റ് വാങ്ങിയിട്ടില്ല. ഏത് ലൈറ്റ്? ലൈറ്റ് വേണ്ടേ? അയ്യോ, അത് ഞാൻ മറന്നു. അത് വാങ്ങിയിട്ടില്ല. അതെന്തായാലും നമുക്ക് നാളെ രാവിലെ തന്നെ പോയി വാങ്ങാം. അതെ, അത് സമയമുണ്ടല്ലോ. കുറച്ച് ചാർട്ടും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് ബേസിക് സാധനങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പൊ അത് വാങ്ങാൻ എന്തായാലും നാളെ രാവിലെ പോകണം. അപ്പൊ ആ പോകുന്ന വഴിക്ക് എന്തൊക്കെ ഇനി വാങ്ങാൻ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ ലിസ്റ്റ് ഒന്ന് ഇട്ട് തരാം. അപ്പൊ നമുക്ക് അങ്ങനെ വാങ്ങാം. അപ്പൊ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ്. ഞങ്ങള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു. സത്യം പറഞ്ഞാല് ഇന്നലെ കിടന്നുറങ്ങുമ്പോ ഹായ് നാളെ ഷോപ്പിങ്ങിനൊക്കെ ഇങ്ങനെ പോവാലോ എന്നുള്ള സന്തോഷത്തിൽ കിടന്നുറങ്ങിയത്. എല്ലാരും ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തോ, വീട്ടിൽ ക്രിസ്മസിന്റെ കലാപരിപാടികളൊക്കെ ആരംഭിച്ചോ എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ നമ്മളുടെ വീഡിയോസിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാൻ. നല്ല രസമുള്ള വീഡിയോസ് ആയിരിക്കും.